നമസ്കാരം. പുതിയൊരു യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്ന ജൂലൈ 15 എന്താണ്, വാട്ട് ഹാപ്പൻ ജൂലൈ 15 എന്നല്ലേ. ജൂലൈ 15 എന്ത് നടക്കും എന്നുള്ള പലരും തെറ്റായ രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. പലരും പലരുടെയും പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകുമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ നിങ്ങളുടെ പുതിയ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും എന്താ പറയണ്ടേ, മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് നമുക്ക് പരിശോധിക്കുക, എന്താണ് ജൂലൈ 15 യൂട്യൂബ് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. ജൂലൈ 15 ഒറിജിനൽ കണ്ടൻറ്റുകൾക്ക് മാത്രമേ ഇനി മുതൽ യൂട്യൂബിൽ, ഒന്നാമത്തെ പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒറിജിനൽ കണ്ടൻറ്റ് എന്താണ്? ഒറിജിനൽ കണ്ടൻറ്റ് നിങ്ങളിടുന്ന വീഡിയോ നിങ്ങളുടേതായിരിക്കണം, നിങ്ങളുടെ വോയിസ് ആയിരിക്കണം, നിങ്ങളുടെ ഫേസ് ആയിരിക്കണം, നിങ്ങളുടെ ക്രിയേഷൻ ആയിരിക്കണം. നിങ്ങളുടെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമായിരിക്കണം. നിങ്ങളിപ്പം പലരും ചെയ്യുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ പോലും ക്ലാസ് എടുക്കുന്നവർ അതിൻ്റെ വിഷ്വൽസ് ഇട്ട് മാത്രം വോയിസ് ഓവർ കൊടുക്കുന്നവർ, അത് പറ്റൂല ഇനി മുതൽ. അതുപോലെ AI ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇപ്പം പുതിയതായിട്ട് വന്ന് AI എന്തോ വിഷയം വരാൻ പോകുന്നു. ഒരിക്കലും AI വിഷയമല്ല വരാൻ പോകുന്നത്. AI നിങ്ങളുടെ സ്വന്തമായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ക്രിയേഷൻ AI നിങ്ങളുടെ സ്വന്തമായിരിക്കണം. ഇപ്പോൾ ചെയ്യുന്ന AI ഒക്കെ നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അതൊരു സോഫ്റ്റ്വെയർ വഴി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾ മറ്റൊരു ശബ്ദം കൊടുത്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ശബ്ദവുമല്ല. അപ്പം നിങ്ങൾക്ക് ആ AI വീഡിയോ ആണെങ്കിൽ പോലും ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. AI ഒരുപാട് പേർക്ക് കിട്ടും. ഒത്തിരി പേര് AI കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കോപ്പി ചെയ്ത വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് തന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ നിർമ്മിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആധികാരികത, അതിൻ്റെ ഒറിജിനൽ, എൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളല്ല, അത് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം. നമുക്കിപ്പോൾ ചെയ്തു തന്നാൽ പോലും, നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ഉടമസ്ഥാവകാശം AI ആ കമ്പനിക്കാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആ കമ്പനിക്കാണ് അതിൻ്റെ റെമുനറേഷൻ പോവുക. അതുപോലെ തന്നെ വരുമാനം പോവുക, ഇൻകം പോവുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, AI നിങ്ങൾ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ടിട്ടാണ് യൂട്യൂബിൽ ഇടുന്നതെങ്കിൽ ഇനി മുതൽ അത് സ്പാമായി പോകും. അറിയത്തില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ കട്ടായി പോകും. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് AI ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവം നിങ്ങൾ ഇടുകയാണെങ്കിൽ, കട്ടിങ്ങുകൾ ഇടുകയാണെങ്കിൽ, ആരും പറയാത്ത കാര്യമാണ്, AI കട്ടിങ്ങാണ് നിങ്ങളുടെ വീഡിയോസിന് ഇടുന്നതെങ്കിൽ അത് ഇനി മുതൽ കട്ടായി ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അത് സ്പാമിലേക്ക് തള്ളും. സ്പാം നിങ്ങൾക്കറിയാമല്ലോ, ഓട്ടോമാറ്റിക്ക് പോകുന്നതാണ് സ്പാം എന്ന് പറയുന്നത്. ആ സ്പാമിലേക്ക് പോകും. അത് AI ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒറിജിനൽ അല്ലാത്ത കണ്ടൻറ്റുകൾക്കൊന്നും ഇനി മോണിറ്റൈസേഷൻ ഇനാബിൾ ചെയ്യാം. നമ്മൾ മോണിറ്റൈസേഷൻ റിക്വസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമല്ല മോണിറ്റൈസേഷൻ ഇനാബിൾ ആവുള്ളൂ. ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ ഒറിജിനൽ കണ്ടൻറ്റ് ആയിരിക്കണം, നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് ആയിരിക്കണം. വേറൊരാളുടെ കണ്ടൻറ്റ് അതുപോലെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഒറിജിനൽ, നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന സാധനം മാത്രം സ്വന്തം രൂപത്തിൽ, ശബ്ദത്തിൽ, നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ട്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ, ഇപ്പോൾ സ്ഥിരം ഞാൻ ദിവസവും ഇത് 5 തവണ ഇതേ ആക്ഷനിലാണ് ഞാൻ ഇടുന്നതെങ്കിൽ അതിനെയാണ് സെയിം കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞത്. അതായത് സ്ഥിരമായിട്ട് ഒരേ കണ്ടൻറ്റ്, ഒരേ കണ്ടൻറ്റ് തന്നെ ഇടുന്നു. ആ ഒരേപോലെ കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാലും അതും യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇനിമൂലം ചെയ്യുകയല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒറിജിനൽ കണ്ടൻറ് ആയിരിക്കണം. അതിന് ആധികാരിക, ഇപ്പോൾ ഒതൻറ്റിക് എന്ന് പറഞ്ഞൊരു വേർഡോട് കൂടി ചേർത്തിട്ടുണ്ട്. യൂട്യൂബ് ഒതൻറ്റിക് ആയിരിക്കണം, ആധികാരികത, മലയാളത്തിൽ അതിന് പറയാം ആധികാരികമായിരിക്കണം. ആധികാരികമായിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കണം നമ്മൾ ഇടുന്നത്. നമ്മൾ അല്ലാതെ വേറെ ഒരു കണ്ടൻറ്റും ഇട്ടിട്ടില്ല. ഞാനിപ്പം ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അതിനെപ്പറ്റി വലിയ ഇത് മനസ്സിലാവുമല്ലായിരിക്കും. ഒതൻറ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമേ ഇനി ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനി മുതൽ യൂട്യൂബ് തന്നെ കളയാൻ പോവുക. അതുപോലെ തന്നെ അതിനൊന്നും മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇപ്പം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കിടാം. അതായത് ലോ ക്വാളിറ്റി മീൻസ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടുന്നു. ആ ക്രിയേറ്റ് ചെയ്തിരുന്ന സാധനം ചിലപ്പോൾ അവിടെ കിടക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിപ്പോവും. ഇല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ കലാപരിപാടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് പണം കിട്ടണമല്ലോ. ആ പണം കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അതിന് നിങ്ങൾക്ക് ഇൻഎലിജിബിൾ എന്ന് എഴുതി കാണിക്കും. എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവില്ല. എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസ് ഒന്നും ഇനി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് നല്ല രീതിയിലുള്ള വീഡിയോസ് വേണം ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ
സെയിം മറ്റൊരാളുടെ വീഡിയോസ്, ഉദാഹരണത്തിന് വേറൊരാളുടെ യൂട്യൂബിൽ നിന്നോ വേറൊരാളുടെ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോപ്പി ചെയ്യുന്ന വീഡിയോസ് ഇനി മുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ സംവിധാനമുണ്ട്. അവരവരുടെ വീഡിയോ അവർക്ക് ഓരോരുത്തരുടെ ഇമെയിൽ വഴി അവരുടെ കണ്ടൻറ്റാണെന്നും പറഞ്ഞ് നമുക്ക് സ്ട്രൈക്ക് അടിക്കാൻ തരും. നമുക്ക് 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. ചാനൽ ഇല്ല. പിന്നെ 3 സ്ട്രൈക്ക് കിട്ടിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് കട്ട് ചെയ്ത് കളയുകയാണ്. അങ്ങനെയാണ് പുതിയ സംവിധാനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പുതിയതായിട്ട് എന്ന് വിചാരിച്ചാലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കണ്ടൻറ്റുകൾ കുറച്ചും കൂടെ നല്ല രീതിയിലായെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ക്ലിക്ക് റേറ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പം ലോ ക്വാളിറ്റി വീഡിയോസ് ഇട്ടിട്ട് ആരും നമ്മുടെ വീഡിയോസ് കാണില്ല. നല്ല തമ്പലൈനിട്ട് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളൊരു വീഡിയോ കയറി വരുള്ളൂ, എങ്കിലേ അത് പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജൂലൈ 15 പലരും പറയുന്നത് പോലെ പലരും പേടിപ്പിച്ച് അങ്ങ് അയ്യിൽ എടുപ്പിക്കുക. അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ കൂടുതൽ നിയമങ്ങൾ വന്നു. ഒറിജിനലായിട്ടുള്ള കണ്ടൻറ്റേ പാടുള്ളൂ, ഒതൻറ്റിക് ആയിരിക്കണം, ലോ ക്വാളിറ്റിയുള്ള ഒരു സാധനം പാടില്ല. അതുപോലെ AI കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്പാമായി പോകും. AI കണ്ടൻറ്റ് നമ്മുടെ സ്വന്തം സൃഷ്ടിയാണെങ്കിൽ മാത്രമേ അത് സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ അത് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് ഇടുന്നതല്ല സ്പാമിലേക്ക് പോകും. അതുപോലെ വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി പേര് വോയിസ് ഓവർ കൊടുക്കുന്നവരുണ്ട്. അതുപോലെ ട്രോൾ ചാനലുകളുണ്ട്. ഇനി മുതൽ അങ്ങനെയുള്ള ചാനലുകളൊന്നും മോണിറ്റൈസേഷൻ കിട്ടില്ല. നിങ്ങൾക്ക് വിടാം, വീഡിയോ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ ഇനി മുതൽ യൂട്യൂബ് ചാനലും ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് ഇത് കണ്ടു, ഒത്തിരി പേരെ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷേ അവർ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3 സ്ട്രൈക്ക് വന്ന ഒരാളുടെ ചാനൽ ഇല്ലാതായി പോകും. അല്ലെങ്കിൽ 3 സ്ട്രൈക്ക് വന്നാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഇനാബിൾ കട്ടായി പോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ യൂട്യൂബിൽ നിന്നൊരു നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന യൂട്യൂബിൽ നിന്ന് ചെറിയ റവന്യൂ കിട്ടാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതില്ലാതായി പോകും. അപ്പം ജൂലൈ 15 വിശേഷം ഇതാണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.